ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ജയ്സാം ഫ്രം ആയുർ സത്യ ആയുർവേദ മെഡിക്കൽ സെൻറ്റർ ബർദുബായ്. ഡോക്ടർ, ഇന്ന് എല്ലാവരിലും പ്രായഭേദമന്യേ കണ്ടുവരുന്ന ഒന്നാണ് കണ്ണ് സംബന്ധമായ അസുഖങ്ങൾ. ഇതിന് ആയുർവേദത്തിൽ എന്തെങ്കിലും ഫലപ്രദമായിട്ടുള്ള ചികിത്സകൾ ലഭ്യമാണോ? തീർച്ചയായും. നേത്രം എന്നത് ആയുർവേദത്തിൽ വളരെയധികം പ്രാധാന്യത്തോടുകൂടെ ആചാര്യന്മാർ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു അവയവമാണ്. സർവേന്ദ്രിയാണാം നയനം പ്രധാനം. എല്ലാ ഇന്ദ്രിയങ്ങളും, നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണ് തന്നെ എന്നാണ് സുശ്രുതാചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെ അതിൻ്റെ ചികിത്സയെക്കുറിച്ചും ആയുർവേദത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആയുർവേദ ചികിത്സ അല്ലെങ്കിൽ ആയുർവേദത്തിനെ നമുക്ക് 8 ബ്രാഞ്ചുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. കായ, ബാലഗ്രഹ, ഊർധ്വാംഗ, ശല്യദൃംഷ്ട, ജരാവൃഷാൻ. നമ്മൾ കേട്ടിട്ടുണ്ടാവും മുമ്പ് വിഷചികിത്സ അല്ലെങ്കിൽ കായചികിത്സ, കുട്ടികളുടെ ഒരു ബ്രാഞ്ച് ആയുർവേദത്തിലുണ്ട്. അതുപോലെ തന്നെ ഊർധ്വാംഗം എന്നത് നമ്മളുടെ തോളല്ലിന് മുകളിലോട്ടുള്ള എല്ലാ അവയവങ്ങളെയും ചികിത്സിക്കുന്ന ആയുർവേദ ശാസ്ത്രത്തെയാണ് ശാലാക്യതന്ത്രം എന്ന് പറയുന്നത്. ആ ശാലാക്യതന്ത്രത്തിൽ ഒരു പ്രത്യേക വിഭാഗം തന്നെ കണ്ണ് സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചും അതിൻ്റെ ചികിത്സകളെക്കുറിച്ചുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെന്തൊക്കെ ഫലപ്രദമായ ചികിത്സകളാണുള്ളത്? ആ ചികിത്സകളെ കുറിച്ചൊന്ന് വിവരിക്കാമോ ഡോക്ടർ? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അഭ്യംഗം അല്ലെങ്കിൽ കിഴികൾ, അതുപോലെ ഒരുപാട് ചികിത്സാ മുറകൾ ആയുർവേദത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണിന് വേണ്ടിയിട്ട് കുറച്ച് ചികിത്സാ മുറകൾ ശരിക്കും ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ക്രിയാകൽപ്പ എന്നുള്ള ഒരു കാറ്റഗറിക്ക് താഴെയാണ് വരുന്നത്. ക്രിയാകൽപ്പങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. തർപ്പണം, പുട്ടപാകം, സേകം, ആശോധനം, അഞ്ജനം, പിണ്ടി, വിടാലകം. ഇങ്ങനെ 7ഓളം ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി ടൈപ്പുകളാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ രോഗാവസ്ഥക്കനുസരിച്ച് ഏത് ദോഷമാണോ അധികരിച്ചിരിക്കുന്നത്, എന്താണോ ആ കണ്ടീഷൻ, ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഫലപ്രദമായ ഈ 7 എണ്ണത്തിൽ നിന്നും ഫലപ്രദമായ ഒരു ചികിത്സയെ നമുക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കാൻ പറ്റും. ഇതിൽ ഓരോന്നിനും ഓരോരോ എഫക്റ്റുകളാണ്. ഈ പറഞ്ഞിരിക്കുന്ന തർപ്പണം, പുട്ടപാകം എന്നത് ഒരു ബ്രഹ്മണ ലൈൻ ഓഫ്, അതായത് നറിഷ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റുകളാണ്. ഇപ്പം നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്നതാണ് കണ്ണിൻ്റെ മസിൽ വീക്കായി പോവുക, കണ്ണിൻ്റെ ഒപ്റ്റിക് നെർവിൻ്റെ ഡീജനറേഷൻസ്. ഇത്തരം കണ്ടീഷനുകളിലൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന തർപ്പണം, പുട്ടപാകം ഇങ്ങനെയുള്ള നറിഷ്മെൻറ്റ് കൂടുതലായിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഫലം ലഭിച്ചിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഇപ്പം കെനിയയിലുള്ള പ്രസിഡൻറ്റിൻ്റെ മകൾ പോലും കേരളത്തിലൊക്കെ വന്നിട്ട് ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിട്ടുണ്ട് കണ്ണിന് വേണ്ടിയിട്ട്. അത് ഒരു ആഗോളാന്തരം ആയുർവേദത്തിന് പ്രസക്തി കിട്ടിയ ഒരു വിഷയം കൂടെയായിരുന്നു. അത്തരം കണ്ടീഷനുകൾ, പിന്നെ നമ്മൾ സേക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വാഷ്, ത്രിഫല കഷായങ്ങളുണ്ട്. കണ്ണ് കഴുകുന്നത് നമ്മളുടെ കാറ്ററാക്ട്, തിമിരത്തെ പോലും തടഞ്ഞു നിർത്താൻ കഴിവുള്ള ഒരു ചികിത്സാ രീതി എന്നാണ് പല റിസർച്ചുകളും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അഞ്ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഒക്കെ നാടുകളിൽ നമ്മളെല്ലാവരും കണ്ണെഴുതുകയായിരുന്നു. ആ അഞ്ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണെഴുതൽ തന്നെയാണ്. കണ്ണിലുണ്ടായിരിക്കുന്ന കണ്ണെപ്പോഴും ഉഷ്ണമാണ്, അതായത് ചൂട് കൂടി, അതായത് പിത്തത്തിൻ്റെ ഒരു സ്ഥാനമാണ് കണ്ണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് തണുപ്പേകാൻ വേണ്ടിയിട്ടാണ് ശരിക്കും അഞ്ജനം എന്ന ചികിത്സ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന അഞ്ജനം നമ്മുടെ ദിനചര്യങ്ങളിൽ പെട്ടുന്ന ഒന്നാണ്. അതായത് ഡെയിലി ഒരു മനുഷ്യൻ പാലിക്കേണ്ട ഒരു കാര്യമാണ് അഞ്ജനം എഴുതുക എന്നുള്ളത്. പിന്നെ പിണ്ടി, വിടാലക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള, അതായത് ലേപനം ചെയ്യുക, അല്ലെങ്കിൽ കിഴി പോലെ ചെറിയ ഇത് കെട്ടിയിട്ട് അത് കണ്ണിൽ വെക്കുക. അത് ഓരോരോ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഓരോരുത്തരുടെയും രോഗാവസ്ഥയും ദോഷയും അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇത്തരം ചികിത്സകൾ ചെയ്യാൻ പറ്റുള്ളൂ. ഡോക്ടർ, ഈ പറഞ്ഞ ചികിത്സകളെല്ലാം ആയുർസത്യയിൽ അവൈലബിൾ ആണോ? തീർച്ചയായും. നിങ്ങൾക്ക് ഇത്തരം കണ്ടീഷനുകൾ എന്തെങ്കിലും കണ്ണ് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് സമീപിക്കാം. ഞങ്ങളത് പ്രോപ്പർലി ഡയഗ്നോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമായ എന്താണോ ഇതിൽ ആവശ്യം, എന്തൊക്കെയാണോ ഇതിൽ ആവശ്യം എന്ന് മനസ്സിലാക്കി പ്രോപ്പർ ഗൈഡൻസോട് കൂടിയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് അത്തരം പേഷ്യൻറ്റുകൾ നമ്മളടുത്ത് വരുന്നുണ്ട്. നല്ലൊരു ശതമാനം ആൾക്കാർക്കും അതിൽ നല്ല രീതിയിലുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് തന്നതിന് നന്ദി ഡോക്ടർ. താങ്ക് യു. താങ്ക് യു. ആയുർ സത്യ ആയുർവേദ മെഡിക്കൽ സെൻറ്റർ, അലൈൻ സെൻറ്റർ, ബർദുബായ്.